പുനർനിർമ്മാണത്തിന് അനുമതി ലഭിച്ചിട്ടും പൂർത്തിയാക്കാനാവാതെ ആലപ്പുഴ ആറാട്ടുപുഴ ഐക്കാട് പാലം 2020 അടങ്കൽ തുകയ്ക്ക് അടക്കം അംഗീകാരം ലഭിച്ചെങ്കിലും ഇനിയും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അംഗീകാരം ലഭിക്കാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് അധികൃതരുടെ മറുപടി. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിൽ മാവേലിക്കര, ചെങ്ങന്നൂർ, കോഴഞ്ചേരി സംസ്ഥാന പാതയിലാണ് ആറാട്ടുപുഴ ഐക്കാട് പാലമുള്ളത്. ഒരു നൂറ്റാണ്ടിലധികം പഴക്കം ചെന്ന പാലത്തിന്റെ വീതി കൂട്ടണമെന്ന ആവശ്യം ഏറെക്കാലമായിട്ടുണ്ട്. വീതി കുറവായതിനാൽ മണ്ഡലകാലത്ത് പാലത്തിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. വശങ്ങളിലെ കോൺക്രീറ്റും അടർന്നതിനാൽ പാലത്തിലൂടെ കാൽനടയാത്രയും ദുഷ്കരമാണ്. കഴിഞ്ഞ 9 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഭരിക്കുന്നത്. പിണറായി സർക്കാർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സജി ചെറിയാൻ MLA ആയി, മന്ത്രിയായി. അതുപോലെ ആറന്മുള മണ്ഡലത്തിലെ MLAയും മന്ത്രിയാണ്. അവരുടെ താല്പര്യക്കുറവാണ് ഈ പണി യഥാസമയം തുടങ്ങി പൂർത്തീകരിക്കാഞ്ഞത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന ഒരു പാലമാണ്. പുനർനിർമ്മാണത്തിന് 2020 നവംബറിൽ ഭരണാനുമതി ലഭിക്കുകയും ആദ്യം 3.90 കോടിയുടെ അടങ്കലിന് അംഗീകാരം നൽകുകയും ചെയ്തു. പിന്നീട് അടങ്കൽ തുക 4.46 കോടിയായി വർദ്ധിപ്പിച്ചു. എന്നാൽ സർവേ മാത്രമാണ് നാളിതുവരെ പൂർത്തിയായത്. പാലത്തിന്റെ രൂപരേഖയ്ക്ക് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിക്കാതിരുന്നതാണ് പണി മുടങ്ങാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. 1917 ബ്രിട്ടീഷുകാരാണ് ചെങ്ങന്നൂരിനെ ആറന്മുളയുമായി ബന്ധിപ്പിക്കാൻ പാലം പണിതത്. നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് അപകടാവസ്ഥയിലുള്ള പാലം ഉടൻ പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.